തൃശൂർ ഇടിയഞ്ചിറ വളയംകെട്ട് നിർമ്മിക്കുക, ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പറപ്പാടം കോൾപ്പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തി. പെരുവല്ലൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കൃഷിഭവന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ജൈവ വൈവിധ്യ സംരക്ഷകൻ NJ ജെയിംസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കുന്നത്തൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് ക്യാമ്പിന് തുടക്കമായി. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഡോക്ടർ ശൂരനാട് രാജശേഖരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വീട് പണി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. തൃശൂർ കാഞ്ഞാണി സ്വദേശി ഷിബു കൊല്ലറ ഫയൽ ചെയ്ത ഹർജിയിലാണ് അനുകൂല വിധി. കോയമ്പത്തൂരിലുള്ള ഇന്നോ സ്ട്രക്ചറൽ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ 11,68,600 രൂപയും പലിശയും നൽകാൻ കോടതി നിർദ്ദേശം. തൃശൂർ ചാലക്കുടി ദേശീയപാതയോരത്തെ നഗരസഭാ ശ്മശാനത്തിന്റെ പുകക്കുഴൽ തകർന്നു വീണു. 100 അടിയിലധികം ഉയരത്തിലുള്ള പുകക്കുഴൽ വീണത് ശ്മശാനത്തിന്റെ ഷീറ്റുമേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിൽ. പുകക്കുഴൽ തകരാൻ കാരണം നഗരസഭ യഥാസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലമെന്ന് നാട്ടുകാർ. അന്നമനട പഞ്ചവാദ്യത്തിന് ആധികാരികതയും ജനകീയതയും പകർന്ന അന്നമനട ത്രയങ്ങളുടെയും അന്നമനട ജൂനിയർ പരമേശ്വരന്മാരുടെയും സ്മരണകൾക്ക് മുൻപിൽ വാദ്യാഞ്ജലി അർപ്പിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രമുറ്റത്താണ് സ്മരണാഞ്ജലി സംഘടിപ്പിച്ചത്. അന്നമനട ത്രയം അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു വാദ്യാഞ്ജലി നടന്നത്. വാദ്യാഞ്ജലിക്ക് അന്നമനട മുരളീധരമാരാർ പ്രമാണിത്വം വഹിച്ചു. തിരുവനന്തപുരത്ത് അച്ഛനും മകനും തമ്മിലുണ്ടായ വാക്കേറ്റത്തിലും ഉന്തും തള്ളലിനുമിടയിൽ തറയിൽ വീണ് തലയ്ക്ക് പരിക്കേറ്റ അച്ഛൻ മരിച്ചു. മരിച്ചത് കോട്ടുകാൽ സ്വദേശി സജീവ്. പരിക്കേറ്റ സജീവനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മകൻ വരുൺ കസ്റ്റഡിയിൽ. മലപ്പുറം എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രമായ MCF നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CV സുബൈദ ഉദ്ഘാടനം ചെയ്തു. 30 ലക്ഷം രൂപ ചിലവിട്ടാണ് MCF നിർമ്മിച്ചത്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനയും ക്വിസ് കോമ്പറ്റീഷനും ശ്രദ്ധേയമായി. ജില്ലാ ശുചിത്വ മിഷന്റെയും നവകേരള മിഷന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മുനമ്പത്തെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് VD സതീശൻ. കുടുംബങ്ങളുടെ കിടപ്പാട സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എറണാകുളത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വെടിവെച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് സർക്കാർ സ്കൂളിലെ അധ്യാപകൻ സുനിൽ കുമാറും ഭാര്യ പൂനവും 2 മക്കളും. ഗുരുതര പരിക്കേറ്റ 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മാന്നാർ മേഖല സംഘടിപ്പിച്ച നൂറെ മദീന മൗലിദ് സദസ്സ് സമാപിച്ചു. 1 മാസം നീണ്ടുനിന്ന മൗലിദ് സദസ്സിന്റെ സമാപനത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. ആലപ്പുഴയിൽ പോലീസ് വാഹനം അടിച്ചു തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതി പിടിയിലായത് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഷിയാസ്. മദ്യലഹരിയിലായിരുന്ന പ്രതി വടിയുപയോഗിച്ച് വാഹനം തകർക്കുകയായിരുന്നു. പ്രതി പിടിയിലായത് ഒളിവിൽ കഴിയവേ.